എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നലത്തെ വീഡിയോ മക്കളൊക്കെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഈ പരീക്ഷാകാലമൊക്കെ ആയതുകൊണ്ട് നമ്മളുടെ അധ്യാപകരും മാതാപിതാക്കളും ഒക്കെ നമ്മളോട് എപ്പോഴും പഠിക്കണം, നല്ലവണ്ണം പഠിക്കണം, ഉഴപ്പരുത്, നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പലപ്പോഴും നമുക്കിത് അത്ര രസകരമായി തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. എപ്പോഴും പടി ഇതല്ലാതെ ഒരു വാക്കുമില്ല എന്നൊക്കെ ഒരു ചിന്ത നമുക്കുണ്ട്, ഒരു സംശയമില്ല. എന്നാൽ സത്യത്തിൽ ഒരു കാര്യം തിരിച്ചറിയുക, നമ്മളെ ഒന്ന് ചൂടാക്കി നിർത്തുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിലെ ഒരു കാര്യം. നമ്മൾ തണുത്തു പോയാൽ നമ്മൾ ഉഴപ്പന്മാരാകും. നമ്മൾ തണുക്കാതെ ചൂടുള്ളവരായിരിക്കാൻ വേണ്ടിയാണ് മാതാപിതാക്കളും രക്ഷിതാക്കളും ഇത് പറയുന്നത്. അങ്ങനെ ചൂടുള്ളവരായി നിന്ന് തണുത്തു പോകാതെ നല്ല എനർജറ്റിക് ആയിട്ട് നമുക്ക് പഠിക്കുവാൻ സാധിക്കണം. എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ വരുന്ന വീഡിയോകളിൽ നമ്മൾ പറയും. ഓർത്തിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ മക്കള്, നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും പഠിക്കൂ എന്ന് പറയുന്നത് കേട്ട് ബോറാകണ്ട. നമ്മളെ ചൂടാക്കി നിർത്താനുള്ള അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഒരു മന്ത്രമായി അതിനെ കരുതിയാൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തണുക്കാതിരിക്കാം, ചൂടായി നിൽക്കാം. ഈ പരീക്ഷാകാലം കഴിയുന്നത് വരെ, നമ്മുടെ ബോർഡ് എക്സാം കഴിയുന്നത് വരെ നമുക്ക് ചൂടായി നിൽക്കാം. നല്ല ലൈവായി വൈബ്രന്റായി നമുക്ക് നിൽക്കാം. തണുത്തുറഞ്ഞ് മൂഡ് ഓഫ് ആയി പോകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. പ്രത്യേകിച്ച് ഡിസംബർ മാസമാണ്, തണുപ്പിന്റെ കാലമാണ്. അപ്പൊ ആ തണുപ്പിനോടൊപ്പം നമ്മുടെ തണുപ്പൂടായാൽ നമ്മുടെ ബോർഡ് എക്സാമില് റിസൾട്ട് വരുന്നത് ഒരു ചൂട് കാലത്താണ്. അപ്പൊ നമുക്ക് വിഷമിക്കാനുള്ള അവസരം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് നല്ലവണ്ണം ഇപ്പോൾ ചൂടായി നിൽക്കാം. എല്ലാവർക്കും നമസ്കാരം.